ഇത് ലജ്ജാകരമായ പരാജയം. പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പുതുമുഖങ്ങൾ വരണം. CPI MP സന്തോഷ് കുമാർ. പിണറായി പ്രതിപക്ഷ നേതാവാകണ്ട, CPIക്ക് അതൃപ്തി, പുതിയ ആളുകൾ വരട്ടെ എന്ന സന്തോഷ് കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDFന് നേരിടേണ്ടി വന്നത് ലജ്ജാകരമായ പരാജയമെന്ന CPI MP P സന്തോഷ് കുമാർ. പാർട്ടിയെ ഇനി മുന്നോട്ട് നയിക്കേണ്ടത് പുതുമുഖങ്ങളായിരിക്കണമെന്നും പ്രതിപക്ഷ നേതാവായി പിണറായിക്ക് പകരം പുതുമുഖം വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന തിരഞ്ഞെടുപ്പിലെ LDFന്റെ പരാജയത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു MP. കാരണം എന്തു തന്നെയായാലും ഫലമാണ്. ഞങ്ങൾ പരാജയപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് അപമാനകരവും ലജ്ജാകരവുമായ പരാജയമാണ്. ഇതിന് പിന്നിൽ പല ഘടകങ്ങളുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനം ഒരു തരത്തിൽ മികച്ചതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അവ പരിഹരിക്കാനോ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം ഇടതുപക്ഷം ഇപ്പോൾ ഗൗരവമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതേസമയം തന്നെ ഇത്ര വലിയ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പുതിയ മുഖങ്ങൾ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രതിപക്ഷത്തേക്ക് പുതിയ നേതാക്കൾ വരണം, പുതിയ പ്രതിപക്ഷ നേതാവ് വരണം. പ്രതിപക്ഷ നേതാവ് CPMന്റെ ഭാഗത്തു നിന്നും ഉപപ്രതിപക്ഷ നേതാവ് CPIൽ നിന്നായിരിക്കും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാവിയിലേക്ക് വേണ്ടി കൃത്യമായ ആസൂത്രണം ഉണ്ടാവേണ്ടതുണ്ട്. LDFന്റെ നേതാക്കന്മാർക്കും അണികൾക്കുമെല്ലാം ഇപ്പോഴത്തെ ഈ സാഹചര്യം വേഗത്തിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിലേറ്റ വമ്പൻ തോൽവിക്ക് പിന്നാലെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനോട് CPI കേന്ദ്രങ്ങളിൽ എതിർപ്പ് തന്നെയാണ്. പകരം പുതിയ മുഖങ്ങൾ പ്രതിപക്ഷത്തെ നയിക്കണമെന്നാണ് CPI നിലപാട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പിണറായി വിജയൻ വേണ്ടെന്ന അഭിപ്രായം തന്നെയാണ് യോഗങ്ങളിൽ ഉണ്ടായത്. നേതൃസ്ഥാനത്തേക്ക് പുതിയ ആളെ നിയോഗിക്കണം. പിണറായി ശൈലി തോൽവിക്ക് ആക്കം കൂട്ടിയെന്നും വിമർശനം ഉയർന്നു. ഇത്രത്തോളം വലിയ തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു. ഇതൊരു പരാജയമാണ്, അതിന് വേറൊരു പേരില്ല. അങ്ങനെ സംഭവിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും കളമൊഴിഞ്ഞു പോകുന്നില്ല, മാറത്തടിച്ച് നിലവിളിക്കാനും പോകുന്നില്ല. ഞങ്ങൾ അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കും, എവിടെയാണ് വീഴ്ചയുണ്ടായതെന്ന് പരിശോധിക്കും, മാറ്റങ്ങൾ വരുത്തും, തിരുത്തലുകൾ വരുത്തുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയന് പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചത്. പരാജയത്തിന്റെ പേരിൽ ഒഴിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ലെന്നും ഒളിച്ചോട്ടമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായമുയർന്നു. പിണറായിക്ക് താല്പര്യമില്ലെങ്കിൽ മറ്റൊരു പേര് പരിഗണിക്കും. പ്രതിപക്ഷ ഉപനേതാവായി KN ബാലഗോപാൽ വരാനും സാധ്യതയുണ്ട്. P ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ. കണ്ണൂരിൽ ജയരാജന് വേണ്ടി ഫ്ലക്സ് ബോർഡ്. P ജയരാജന് വേണ്ടി അഴീക്കോട് ഫ്ലക്സ് ബോർഡ്. P ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന ബോർഡാണ് കാപ്പിലെ പീടികയിൽ സ്ഥാപിച്ചത്. കനത്ത തോൽവിക്ക് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെയും മാറ്റണമെന്ന് കണ്ണൂർ അണികൾക്കിടയിൽ വികാരം ശക്തമാണ്. മട്ടന്നൂരും തളിപ്പറമ്പിലും സമാനമായ രീതിയിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. കോളയാട് സ്ഥാപിച്ച ഫ്ലക്സിൽ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും മാറ്റണമെന്നും M സ്വരാജനും P ജയരാജനും പിന്തുണ പ്രഖ്യാപിച്ചുമാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. തളിപ്പറമ്പിൽ V കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുമായി ഇടഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് P ജയരാജൻ ശ്രമിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും നേതൃത്വത്തിനെതിരെ ശക്തമായ വികാരമാണ് ഉയർന്നത്. CPM ഒരിക്കലും തോറ്റിട്ടില്ലാത്ത പയ്യന്നൂരിൽ ഉൾപ്പെടെ വൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതോടെയാണ് നേതൃത്വത്തിനെതിരെ പാർട്ടി അണികൾ തിരിഞ്ഞത്. CPM പ്രവർത്തകർ വോട്ട് മാറ്റി ചെയ്തതുകൊണ്ടാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പാലക്കാട് CPMൽ പൊട്ടിത്തെറി. തമ്പ്രാൻ ചമഞ്ഞ് ഔദാര്യം വിളമ്പുന്നവർക്ക് മുന്നിൽ തല കുനിക്കാനില്ല. പാലക്കാട് CPMൽ പൊട്ടിത്തെറി. പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമായി ഏരിയ കമ്മിറ്റി യോഗത്തിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് രാജി. പാലക്കാട്ടെ നഗരസഭയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച കൗൺസിലർ കൂടിയാണ് ഷുക്കൂർ. തമ്പ്രാൻ ചമഞ്ഞ ഔദാര്യം വിളമ്പുന്നവർക്ക് മുന്നിൽ തല കുനിക്കാനില്ല, അന്തസ്സുള്ള നിലപാടാണ് എന്നും വലുതെന്ന് ഷുക്കൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പ്രതികരിക്കാമെന്നും ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്കൽ കമ്മിറ്റിയിലേക്ക് തന്നെ തരം താഴ്ത്തിയെന്ന് അറിയാൻ സാധിച്ചെന്നും എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് അറിയിപ്പൊന്നും ലഭിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിഭയുടെ തോൽവി, വർഷങ്ങളായി കാത്തുവച്ച പ്രതികാരം. കായംകുളത്ത് CPMൽ പൊട്ടിത്തെറി, നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. കായംകുളത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPMൽ പൊട്ടിത്തെറി, നേതൃത്വത്തിനെതിരെ വിമർശനവുമായി പാർട്ടി അംഗങ്ങൾ രംഗത്തെത്തി. പ്രതിഭയുടെ തോൽവി വർഷങ്ങളായി കാത്തുവച്ച പ്രതികാരമെന്ന് പാർട്ടി അംഗങ്ങളുടെ സമൂഹ മാധ്യമ കുറിപ്പുകൾ. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേര് പറഞ്ഞും വിമർശനമുണ്ട്. കായംകുളത്ത് പാർട്ടിയും അവിടുത്തെ MLA ആയിരുന്ന പ്രതിഭയും തമ്മിൽ വർഷങ്ങളായി അസ്വാരസ്യം നിലനിന്നിരുന്നു. അതിന്റെ തന്നെ പ്രതികാരമായി പാർട്ടി തന്നെ പ്രതിഭയെ
തോൽപ്പിക്കുകയായിരുന്നുവെന്നാണ് ഒരു വിഭാഗം പാർട്ടി അംഗങ്ങൾ പറയുന്നത്. വോട്ടെണ്ണലിൽ 3 പഞ്ചായത്തുകളിൽ ശക്തമായ കാലുവാരൽ നടന്നു. കായംകുളം നഗരസഭയിൽ മാത്രം 8000 വോട്ടുകൾക്ക് പ്രതിഭ പിന്നിൽ പോയിരുന്നു. പാർട്ടി ഉരുക്കുകോട്ടകളെന്ന് വിശേഷിപ്പിച്ചിരുന്ന ചെട്ടിക്കുളങ്ങരയും പത്തിയൂരും CPM-ന് വലിയ തിരിച്ചടിയുണ്ടായി. ഇതെല്ലാം പാർട്ടിയിലെ പല നേതാക്കളും അറിഞ്ഞുകൊണ്ടാണെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ വ്യക്തമാക്കുന്നു. കൂടാതെ ബൂത്ത് തലത്തിലെ പ്രവർത്തനങ്ങളും വളരെ മോശമായിരുന്നു. പല ബൂത്ത് കമ്മിറ്റികളും യോഗം ചേർന്നിരുന്നില്ലെന്ന വിമർശനവുമുണ്ട്. അഭ്യർത്ഥനകൾ വീടുകളിൽ എത്തിക്കുന്നതിലും വീഴ്ചയുണ്ടായെന്നും വിമർശനം. പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞതായും പത്തിയൂരും ചെട്ടിക്കുളങ്ങരയും ഭൂരിപക്ഷം കുറഞ്ഞത് അമ്പരപ്പുണ്ടാക്കിയെന്നും പ്രതിഭ പറഞ്ഞു. യഥാർത്ഥ ശ്രീനാരായണീയരായ തനിക്കെതിരെ വെള്ളാപ്പള്ളി കരുനീക്കം നടത്തിയെന്നും സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുവെന്നും പ്രതിഭ കുറ്റപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി M. ലിജുവാണ് ഇത്തവണ പ്രതിഭയ്ക്കെതിരെ വിജയം നേടിയത്. UDF 76,651 വോട്ടുകൾ നേടിയപ്പോൾ പ്രതിഭയ്ക്ക് 61,079 വോട്ടുകളാണ് ലഭിച്ചത്.